സോ പെഡൽസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പീസസ് നമ്മൾ ഇതിലേക്ക് മൗണ്ട് ചെയ്യാം. സെയിം ആസ് ഹിയർ അത് മൗണ്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ വൺ സൈഡ് ബ്രേക്ക് ചെയ്ത പീസസ് ഇല്ലേ, അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ യൂസ് ചെയ്യുക. നമ്മൾ ഇതുപോലെ വൺ സൈഡ് ബ്രേക്ക് ചെയ്ത പീസസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, കാരണം ഇത് നോർമലി ഇവിടത്തേക്ക് പോകും, പക്ഷേ നമുക്ക് ഈ ഒരു ടോപ്പ് സെക്ഷനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ചെയ്തത്. കാരണം ഒരു ആംഗിൾ കിട്ടണമല്ലോ. ആംഗിൾ വേണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതുപോലെ വെച്ച് കൊടുക്കാനും പറ്റും കേട്ടോ, ഈസിലി. സോ ഇത് നമ്മൾ ആംഗിൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പം 2 ഭാഗം പൊടിച്ചതല്ല, 2 ഭാഗം പൊടിച്ച പീസസ് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് കൊടുക്കുക ചെയ്യുക. അടിയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ സെക്ഷനിലേക്കും നമ്മൾ ടീനട്ട് ലോക്ക് ചെയ്യുക, ഇതിൻ്റെ അടിയിലേക്കും. ലൈക്ക് യു ക്യാൻ സീ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡൊന്നും ചെയ്യുക. അപ്പോൾ നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ലൂസ് ചെയ്തിട്ട് നമുക്കത് ഹൈറ്റ് കൂട്ടാം, ഇതുപോലെ ഹൈറ്റ് കുറക്കാം. ഫ്ലാറ്റായിട്ട് വേണമെങ്കിൽ ഈ പീസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ആംഗിൾ വെച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ പെഡൽസിൻ്റെ ലൈക്ക് ദീസ് പോർഷൻ, ലൈക്ക് ലോ പോർഷനിൽ സീറ്റ്സിൻ്റെ സെയിം ബ്രാക്കറ്റ്സ് തന്നെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യും. ആസ് ഓൾവേസ് നമ്മൾ പാക്കറ്റ്സിൽ മെൻഷൻ ചെയ്യും. ഇതിലേക്ക് വൺ സൈഡ് ബ്രേക്ക് ചെയ്തത് നമ്മൾ ടോപ്പായിട്ടും മറ്റേത് താഴെ വരുന്ന രീതിയിലും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ടൈറ്റ് ചെയ്യാം സിമ്പിളി. അതേപോലെ ഈ സൈഡിൽ ചെയ്യാം. സോ സെയിം വൺ സൈഡ് ബ്രേക്ക് ചെയ്ത് ടോപ്പിലും മറ്റേത് ബോട്ടത്തിലും വരുന്ന രീതിയിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ദാറ്റ്സ് ഹൗ വി മൗണ്ട് ദി പെഡൽ ഏരിയ. സോ ഗൈസ്, ഇതാണ് നമ്മളെ കുറച്ചും കൂടി ഹെവി പ്രൊഫൈല്. ഇതിലാണ് നമ്മൾ 001 കോക്പിറ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തില്ല. ലൈക്ക് ബേസും അതേപോലെ അതിൻ്റെ വീല് കൊടുക്കുന്നത്. ലൈക്ക് ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇതിൽ യൂസ് ചെയ്ത് നിങ്ങളെ ബേസൊക്കെ കണ്ടോ കംപ്ലീറ്റ്ലി. നമ്മൾ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്തെടുക്കുക, 2 ബ്രാക്കറ്റ് യൂസ് ചെയ്യും, കാരണം ഹ്യൂജ് പ്രൊഫൈലാണ്. ആകെ പെഡൽ സെക്ഷൻ മാത്രമേ നമ്മൾ പെഡൽ സെക്ഷൻ മാത്രമേ ലോവർ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി മൊത്തം ഇത് സെയിം പ്രൊഫൈലാണ്. ഇതിൻ്റെ കേസിൽ നമ്മൾ ലൈറ്റ് വേർഷൻ്റെ കേസിൽ ബേസും കാര്യങ്ങളൊക്കെ സെയിം ലോ പ്രൊഫൈൽ പെഡൽസിൻ്റെ തന്നെ. ലൈക്ക് വീലിൻ്റെ ആ ഒരു സ്റ്റാൻഡ് മാത്രം നമ്മൾ ഹെവി പ്രൊഫൈലിൽ യൂസ് ചെയ്യുന്നത്. വീൽ സ്റ്റാൻഡ് എന്തായാലും ഹെവി പ്രൊഫൈൽ യൂസ് ചെയ്താൽ സ്റ്റെബിലിറ്റി നമുക്ക് മൗണ്ടിങ് ഓപ്ഷൻസും പ്രോപ്പറായി കിട്ടുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വീൽ സ്റ്റാൻഡും കൂടി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. സോ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീൽ ബേസ് മൗണ്ട് യൂസ് ചെയ്യുന്നത്. അത് വീൽ ബേസിന് നേരെ അടിവശത്തേക്കായിട്ട് വരും ഇതിങ്ങനെ. പിന്നെ ഇത് വീൽ ബേസിൻ്റെ സ്റ്റാൻഡിന് യൂസ് ചെയ്യുന്നത്. ഈ 2 പ്രൊഫൈൽ ആവശ്യമാണ് നമ്മളിത് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുന്നത്. സോ ഇതിലേക്ക് നമ്മൾ ടീനട്സ് ഞങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ ഈസിലി എല്ലെങ്കീസും ടീനട്സും വെച്ചിട്ട് നമുക്കിത് അസൈൻ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് സിംപ്ലി മൗണ്ട് ചെയ്യാം. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു മൗണ്ട് ആൻ അലുമിനിയം പ്രൊഫൈൽ. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് നമ്മുടെ ടീനട്സും എല്ലെങ്കീസും വെച്ചിട്ട് കംപ്ലീറ്റ്ലി ആദ്യം നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിലേക്ക് ഇടുക. എന്നിട്ട് ഇത് ആംഗിൾ ബ്രാക്കറ്റിലേക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം. വെയിറ്റ്, നമ്മൾ ഇതുപോലെ പ്ലേസ് ചെയ്യാം ഏറ്റവും കോർണറിലേക്കായിട്ട്. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഏറ്റവും കോർണറിലായിട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഓൾവേസ് ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ടീനട്ട് ലോക്ക് ഇൻ പ്ലേസ് ആയിനോന്ന്, അല്ലെങ്കിൽ ആ വൈബ്രേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. പ്രോപ്പറായിട്ട് ഫിക്സ് ആയാൽ മാത്രമേ നമുക്ക് ആ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഓവർ ടൈം ലൂസൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താലും മതി. ഫുള്ള് ആംഗിൾ ബ്രാക്കറ്റ്സ് ബോൾട്ടും അല്ലേ. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ ബോൾട്ട് ചെയ്യാം. ഇങ്ങനെയാണ് വരിക അടിവശം. ഓക്കെ, സോ അങ്ങനെ 2 സൈഡും നമ്മൾ ബോൾട്ട് ചെയ്തു. ഇനി നമുക്ക് അതിന് ലെഗ് വെച്ചിട്ട് ലെഗിലേക്ക് നമുക്ക് ഇതുപോലെ ബേസ് ആയിട്ട് മൗണ്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലെഗിന് യൂസ് ചെയ്യുന്ന ലൈക്ക് സ്മോളർ ആയിട്ടുള്ള, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ആയിട്ടുള്ള ബ്രാക്കറ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലൈക്ക് ലെഗിൻ്റെ 1 2 3 4 സൈഡിലായിട്ട് കൊടുക്കുക. സോ ഇത് നമുക്കിനി നമ്മുടെ പ്രൊഫൈലിലേക്ക് മൗണ്ട് ചെയ്യാം. സോ ഇതിലേക്ക് നമുക്ക് ലൈക്ക് ഇതിൻ്റെ സ്മോളർ സൈഡിലേക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് എൻഡിലേക്ക് ആക്കിയിട്ട് ബോൾട്ട് ചെയ്തിട്ട് ഓൾവേസ് ലോക്ക് ആവുന്നുണ്ടോ നോക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നമ്മൾ മൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ എൻഡിലേക്ക് ആക്കുക. സോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആകുന്നത്. പക്ഷേ ലൈക്ക് ഒരു ലെഗോ ഒക്കെ ബിൽഡ് ചെയ്യുന്നൊരു
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈസിലി നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോറി. ഓക്കെ, പിന്നെ ഇതുപോലെ ഒരാൾക്ക് തന്നെ ബിൽഡ് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരാളെ ഹെൽപ്പില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ മൗണ്ട് ചെയ്യാം. അത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മൾ പ്രിഫറൻസ് ആണ് ആക്ച്വലി. നമുക്ക് ഇനി ക്ലോസർ ആക്കണേ ക്ലോസർ ആക്കാം, ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കാം, ലൈക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടാക്കണേ ഇങ്ങോട്ടാക്കാം. ലൈക്ക് അലുമിനിയം പ്രൊഫൈലിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് നമ്മുടെ പ്രിഫറൻസിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനും പറയുന്ന പോലെ നമുക്ക് എന്ത് രീതിയിലും പെഡലിൻ്റെ ഹൈറ്റ് കുറക്കാം. സീറ്റ്സ് ഓൾവേസ് അഡ്ജസ്റ്റബിൾ ആണ്, എന്നാലും പെഡലിൻ്റെ ആംഗിൾ കുറക്കാം, ലൈക്ക് ഇത് ക്ലോസർ ആക്കാം, വീലിൻ്റെ ഹൈറ്റ് കുറക്കാം, കംപ്ലീറ്റ്ലി ഇൻ എവറി വേ ഇറ്റ്സ് അഡ്ജസ്റ്റബിൾ. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ നമ്മളങ്ങനെ 2 ലെഗും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി വരുന്നത് ഇതിൻ്റെ ബേസും കൂടിയാണ്. ഈ ബേസും ഇതിലേക്ക് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ്ലി ഫിനിഷായി. സോ നമുക്ക് ഇതും കൂടി ഒന്ന് മൗണ്ട് ചെയ്ത് നോക്കാം. ഇത് സിമ്പിളാണ്, ലൈക്ക് ഓൾവേസ്. ഇതിൽ ഞാനിപ്പോൾ 2 യൂസ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ 4 അങ്ങനെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഏതാണോ നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഹൈറ്റ് അതിലേക്ക് മൗണ്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ലൈക്ക് ബോൾ അല്ലെങ്കിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. നമ്മളെ ഹൈറ്റിൽ പ്രിഫേർഡ് ഹൈറ്റിലേക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, അത് തന്നെയുള്ളൂ. സോ ഞാനിപ്പോൾ പറയാൻ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ യൂസ് ചെയ്ത് ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ലൈക്ക് അപ്പോൾ ഈ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയ മനസ്സിലാവും, ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതി കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മുടെ വീൽ ബേസ് മൗണ്ടിങ് പ്ലേറ്റ് ഇതിൻ്റെ കൂടി ഉണ്ടാവും, അലുമിനിയം പ്രൊഫൈലിൻ്റെ കൂടി. ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് ബോൾട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ R5 ആണ് ഇവിടെ യൂസ് ചെയ്തത്. സോ ഈസിലി ഇങ്ങനെ വെച്ചിട്ട് ബോൾട്ട് ചെയ്താൽ മതി. ഞാനതിപ്പോൾ കാണിച്ചു തരാം. സോ നമ്മുടെ R5 ഉള്ളതുപോലെ 2 ബോൾസ് അവിടെയും പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഹാർഡ് മൗണ്ട് വരുന്നത്. നമുക്ക് അങ്ങനെ മൗണ്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ അലുമിനിയം ലൈറ്റ് പ്രൊഫൈൽ. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലോജിടെക്കിൻ്റെ G29, G923, മോസഡ് R3, മോസഡ് R5 വരെ നമുക്ക് എൻട്രി ലെവലായിട്ട് R5 യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്യൂസ് ഒന്നുമില്ല, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ലെവലായിട്ട് നമ്മൾ അലുമിനിയം പ്രൊഫൈൽ കൊടുക്കാം. സോ നമ്മുടെ മാർക്കറ്റിൽ പല അലുമിനിയം പ്രൊഫൈൽ കോക്പിറ്റ്സ് ഉണ്ട്. ലൈക്ക് ബഡ്ജറ്റാന്നൊക്കെ പറഞ്ഞിട്ട് 40,000 to 45,000 ലൈക്ക് അവർ സെല്ലിംഗ് പ്രൈസൊക്കെ. അപ്പോൾ അത് ആ കോക്പിറ്റ്സിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്താ പറയുക, ലൈക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിലായാലും ഒക്കെ മോസ്റ്റ് ഓഫ് ദി യൂസേഴ്സ് ലൈക്ക് കേരളത്തിലും ഓൾ ഓഫ് ദി ഇന്ത്യയിലും ലൈക്ക് ഹെവി എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലുള്ളത് ലൈറ്റർ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ലൈക്ക് എൻട്രി ലെവൽ സിംപ്ലൈസിങ് എക്യുപ്മെൻറ്റ്സ്. അവർക്ക് നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി ലെവലായിട്ടുള്ള അലുമിനിയം പ്രൊഫൈൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ ഫ്യൂച്ചറിലേക്ക് ലൈക്ക് നിങ്ങൾ R5 അല്ലെങ്കിൽ R5 ഹാർഡായിട്ട് യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടുള്ള വീൽ ബേസ് യൂസ് ചെയ്യണം, എൻ്റെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഹെവി പ്രൊഫൈൽസ് ആയിട്ടുള്ള നമ്മളെടുത്തുള്ള 001 കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് പെയിൻ്റായിട്ടും ലൈക്ക് ഇതിപ്പോൾ അൺപെയിൻറ്റഡ് വേർഷനാണ്. പെയിൻറ്റ് ചെയ്തിട്ട് റെഡ്, ബ്ലാക്ക്, ബ്ലൂ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളോട് ലൈക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോക്പിറ്റ്. ഇതിപ്പോൾ ഷോർട്ട് സെഷൻസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തു, വെരി സോൾഡ് ആണ്. ഇനി ലോങ്ങർ സെഷൻസിലാകുമ്പോൾ ജസ്റ്റ് ലൈക്ക് ബോൾസൊക്കെ ലൂസ് ആവുകയാണ് ജസ്റ്റ് ടൈറ്റ്. ഇൻ കേസ് ഓഫ് R5, R3 ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല, ഈസിലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിപ്പം ബക്കറ്റ് സീറ്റ്സാണ് ഇതിൽ പെയർ ചെയ്തത്. ബക്കറ്റ് സീറ്റ്സും പെയർ ചെയ്യാം, അതേപോലെ സെക്കൻഡ് സീറ്റ്സും പെയർ ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലൈക്ക് നമ്മുടെ പാക്കേജിനോട് വരുന്നതാണ് എൻ ക്യാപ്സ്. നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ക്യാപ്സ് അവിടെ ലൈക്ക് ഇൻ എവറി ആംഗിൾസ് എല്ലാ പ്രൊഫൈലിൻ്റെയും എൻ ക്യാപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു ക്ലീൻ ഫിനിഷ് ഉണ്ടാവും. ഇതിപ്പോൾ പെയിൻറ്റഡ് വേർഷനൊക്കെ ആകുമ്പോൾ സീൻ ലുക്കായിരിക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് അതിൽ നമ്മളെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പ്രൊഫൈൽസ് ഉണ്ട്. ഇതിൻ്റെ പുതിയ വേർഷൻ ലൈക്ക് ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള പ്രൊഫൈൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കസ്റ്റമായിട്ട്. അതിൻ്റെ വീഡിയോസും ഞാൻ ആഡ് ചെയ്യാം. സോ നിങ്ങൾ സിംറേസിംഗിലേക്ക് എൻ്റർ ചെയ്തു. അപ്പം നിങ്ങളുടെ അടുത്തൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് ആണെങ്കിൽ R3, R5 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ബിൽഡാണ് അലുമിനിയം 001, വൺ ഓഫ് ദി ബെസ്റ്റ് വീൽസ് ഫോർ ദാറ്റ് പ്രൈസ് റേഞ്ച്. ഓക്കെ, ഇഫ് യു ഹാവ് ദി ബഡ്ജറ്റ് ഗോ ഫോർ ദി 001. ലൈറ്റ് വേർഷൻ എടുക്കേണ്ട, ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ആണെങ്കിൽ എടുക്കുക. R3 ആണെങ്കിൽ എടുത്തോ, ലോജിടെക് ആണെങ്കിൽ എടുത്തോ, നോ ഇഷ്യൂ. സോ ഇപ്പം ഞാനിത് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതുപോലത്തെ ലൈക്ക് ലൈക്ക് 001 ബിൽഡിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ബിൽഡ് ചെയ്യുന്നതാണ്. നമ്മുടെ അടുത്ത് വേറെ കോക്പിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 16,500 തൊട്ട് ബേസിക് കോക്പിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അലുമിനിയം നിങ്ങൾക്ക് ലൈക്ക് ഇത്രയും ചീപ്പായിട്ട് വേറെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അത്രയും
ലൈക്ക് എല്ലാവരും അലൂമിനിയം അത് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അലൂമിനിയത്തിൻ്റെ ഈ ഒരു ലൈക്ക് ഡ്രൈവിംഗ് ഫീലിംഗ് അതേപോലെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യാം. ബിൽഡ് ചെയ്ത് തന്നെ സൂപ്പർ സോൾഡ് ആണ്. പിന്നെ അഡ്ജസ്റ്റബിലിറ്റി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് കുറക്കാം. ഇൻ എവറി വേ പെഡൽസ് ക്ലോസർ ആക്കാം, പെഡൽസിൻ്റെ ആംഗിൾ കുറക്കാം. ഇൻ എവറി വേ ഇറ്റ്സ് ഫുള്ളി അഡ്ജസ്റ്റബിൾ. സോ കോക്പിറ്റ്സ് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ കൺസിഡർ ചെയ്യുക, നമ്മൾക്ക് DM ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇത് ജസ്റ്റ് ഒരു കോൾ ചെയ്താലും മതി. സോ ഗൈസ് ഇതുപോലത്തെ ന്യൂ ബിൽഡ്സും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐ വിൽ ബി ബാക്ക്. സോ